ഷമീറയുടെ ശാരീരികാവസ്ഥ തിരക്കാൻ വീട്ടിലെത്തിയിരുന്ന ആശാവർക്കറോട് വളരെ മോശമായിരുന്നു ഭർത്താവ് നയാസിന്റെ പെരുമാറ്റം. വീട്ടിൽ കയറ്റാൻ പോലും തയ്യാറായിരുന്നില്ല. അയൽക്കാരുമായും നയാസ് വലിയ അടുപ്പത്തിലല്ല. ആരോഗ്യപ്രവർത്തകരും നാട്ടുകാരും ഷമീറ ബീവിക്ക് ചികിത്സ നിഷേധിക്കുന്ന വിവരം പോലീസിൽ അറിയിച്ചിട്ടും ഗൗരവമായി എടുത്തില്ലെന്നാണ് ആക്ഷേപം. ഇവിടെ വന്നിട്ട് ആ പോലീസ് വന്ന് ഇവരോട് ഫോണിൽ കൂടെ മേളിൽ കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവരുടെ നമ്പർ വിളിച്ചപ്പോൾ അവർ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചതാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ വാക്ക് കേട്ടാണ് പോയിരിക്കുന്നത്. ഈ മരിച്ചുപോയ പെൺകുട്ടി പാലക്കാട് എന്ന് പറയുന്നില്ലേ, അവരെ രക്ഷകർത്താവിനെ വിളിച്ച് വരുത്താൻ വരും. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ നയാസ് അത് നിഷേധിക്കുകയും ബന്ധുക്കളോടും ആശാവർക്കറോടും ജനപ്രതിനിധികളോടും തട്ടിക്കയറുകയും ചെയ്തിരുന്നു. ആരുടെ മിണ്ടയില്ല, വെളിയിലും ഇറങ്ങൂല. അപ്പോൾ അവർ പറഞ്ഞു വിലക്കി വെച്ചിരുന്നു ആരുമായിട്ട് സംസാരിക്കല്ലത്. അതിനുശേഷമാണ് ഈ ആശാവർക്കർ അവരെല്ലാം വന്നത്. എല്ലാം നോക്കിയിട്ട് അപ്പോൾ അവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അത് എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം, നാട്ടുകാരും അയൽവാസികളൊന്നും നോക്കണ്ട. ഇന്നലെ 3 മണിയോടെ പ്രസവവേദന തുടങ്ങിയ ഷമീറയ്ക്ക് 5:30 രക്തസ്രാവം അമിതമായി. അതിനുശേഷം മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായത്. പിന്നാലെ ആംബുലൻസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴാണ് അയൽവാസികൾ പോലും ഈ വിവരം അറിയുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.